നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷമായി ഒട്ടനവധി പ്രവാസികളാണ് കുവൈറ്റിൽ നിന്നും മറ്റു പല രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇതിന് കാരണമായത് ഒരു പ്രഖ്യാപനമായിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തൊഴിൽ വിസ പുതുക്കി നൽകില്ലെന്ന പ്രഖ്യാപനം ഏറെ തിരിച്ചടിയാണ് പ്രവാസികൾക്ക് നൽകിയത്. പ്രത്യേകിച്ച് വിസ പുതുക്കണമെങ്കിൽ തന്നെ ഒട്ടനവധി രൂപയാണ് ഇതിനായി ചിലവാക്കേണ്ടി വരുന്നത്. ഇത്തരം വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 60 കഴിഞ്ഞ പ്രവാസികൾക്കും വിസ പുതുക്കി നൽകുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതിന് പിന്നാലെ ഒമാനും ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൈക്കൊള്ളുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രവാസികൾക്കേറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഒമാൻ പറയുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒമാനിലെ 20,000-ഓളം പ്രവാസികളുടെ ജോലിയിലുള്ള വൈദഗ്ധ്യം പുതിയ തലമുറയുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാമെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബവോയിൻ പറയുകയാണ്. അതായത് ജോലിയിലുള്ള അവരുടെ അനുഭവങ്ങൾ പുതിയ തലമുറയിലുള്ളവരുടെ തൊഴിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് തൊഴിൽ വിസ പുതുക്കാൻ അനുമതി നൽകുന്ന സർക്കുലർ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പരാമർശം വന്നിരിക്കുന്നത്. സ്വദേശികൾക്ക് ജോലി നൽകുന്ന പ്രക്രിയ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒമാനികൾക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെടാത്ത ധാരാളം തൊഴിലവസരങ്ങളും ഇവിടെയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്ത് പല മേഖലകളിലും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾ തൊഴിൽ ചെയ്തു വരികയാണ്. അവരുടെ ജോലിയിലെ പരിചയം ഉപയോഗപ്പെടുത്തണമെന്ന് ഒമാൻ ടിവിയോട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒരു തൊഴിലാളി കമ്പനിക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് വലിയ എതിർപ്പ് വരാൻ സാധ്യതയില്ല. 60-ന് മുകളിൽ പ്രായമുണ്ടെന്ന് കരുതി നല്ല ജോലിക്കാരനാണെങ്കിൽ വർക്ക് പെർമിറ്റ് പുതുക്കി തന്നെ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഓഫീസുകളിൽ നിന്ന് കഴിഞ്ഞ വർഷം 500-ലധികം പൗരന്മാർ വിരമിച്ചുപോയി. അവിടെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് നികത്തേണ്ടതുണ്ട്. ഒമാനിൽ ഏകദേശം 1.5 ദശലക്ഷം പ്രവാസി തൊഴിലാളികളുമുണ്ട്. അവരിൽ 60 വയസ്സിന് മുകളിലുള്ളവർ വെറും 20,000 അല്ലെങ്കിൽ 27,000 ആണ്. അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയുടെ ആവശ്യം തന്നെയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.